പോലെ നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാൻ കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ്. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നോട് ഏറ്റു പറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിന്റെ വലിയ പ്രവർത്തികൾ നമ്മുടെ നടുവിലുണ്ട്. കർത്താവിന്റെ തിരുവചനത്തിൽ പറയുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ കർത്താവിൽ വിശ്വസിക്കുന്നവൻ തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. എന്റെ കൂടെ പറഞ്ഞോട്ടെ, ഞാൻ ഒരു നാളും നശിക്കത്തില്ലെന്ന് പറ. ആമേൻ. കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും തിരിച്ചറിയേണ്ട ഏറ്റവും വലിയൊരു മർമ്മം എന്നാന്ന് വെച്ചാൽ കർത്താവിന്റെ വചനത്തിൽ പറയുന്നതിനെ നാം ഏറ്റു പറയുന്നവർ ആകണം. കർത്താവിന്റെ വചനം എന്തു പറയുന്നോ അത് നമ്മൾ ഏറ്റു പറയണം. ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറയാം. കർത്താവിന്റെ വചനം പറയുന്നത് ഏറ്റു പറയാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ താമസിക്കുന്നത് ഇന്ത്യയിൽ അല്ലേ? ഇന്ത്യ രാജ്യത്തിന്റെ അധീനതയിലാണ്, ഇന്ത്യൻ പൗരന്മാരായിട്ടാണ് നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഒരു നിയമമുണ്ട് അല്ലേ? ഇന്ത്യക്കകത്ത് ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും നമ്മളെ നിയമത്തിന്റെ കീഴിലായിരിക്കുന്നത്. നമ്മൾ ആരും നിയമത്തിന്റെ മുകളിലല്ല, നിയമത്തിന്റെ കീഴിലാണ്. ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക് അമേരിക്കയിലെ നിയമം പാലിക്കണം നിർബന്ധമുണ്ടോ? ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക് അമേരിക്കൻ ഗവൺമെന്റിന്റെ നിയമത്തെ പാലിക്കേണ്ട കാര്യമില്ല. ഇല്ല. അതിന്റെ കാരണം വെച്ചാൽ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ നിയമത്തിന്റെ കീഴിലിരിക്കുന്ന വ്യക്തിക്ക് അമേരിക്കയിൽ എന്ത് നിയമം വന്നാലും അമേരിക്കക്കാർ എന്ത് നിയമം കൊണ്ടുവന്നാലും ഇന്ത്യയിൽ ഇരിക്കുന്ന നിങ്ങൾ അയ്യോ അമേരിക്കയിൽ ആ നിയമം വന്ന് അതുകൊണ്ട് നമ്മളും അത് അനുസരിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. അത് അമേരിക്കക്കാർക്കുള്ളതാണ്. നമ്മളൊരു നിയമത്തിന്റെ കീഴിലാണ് ഇന്ത്യ ഗവൺമെന്റ്. അതേപോലെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഒരു നിയമമുണ്ട്. കർത്താവിന്റെ വചനമാണ് ആ നിയമം. അതിന് വിരോധമായതൊന്നും നമ്മൾ പിടിക്കേണ്ട കാര്യമില്ല. അതിന് വിരോധമായത് എന്തു വന്നാലും നമുക്കറിയാം, നമ്മുടെ അതിർത്തി കടന്ന് എന്തു വന്നാലും നമ്മളത് ഏറ്റെടുക്കുവോ? ഇന്ത്യൻ അതിർത്തി കടന്ന് നമുക്കറിയാം, അതിർത്തി ലംഘിച്ച് ഏതെങ്കിലും ഒരു രാജ്യം കയറി വന്നാൽ ഇങ്ങോട്ട് ഓടി വാ എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറാണ്? അല്ല, അതിനെ ബ്ലോക്ക് ചെയ്യും അല്ലേ? അതുകൊണ്ടാണ് അതിർത്തിയിൽ കാവൽ വെച്ചിരിക്കുന്നത്. അതിർത്തി ലംഘിക്കുവാൻ കഴിയത്തില്ല. അതേപോലെ ദൈവവചനത്തിന് വിരോധമായിട്ട് എന്തു വന്നാലും മൈൻഡ് ചെയ്യരുത്, അതിനെ പിടിക്കരുത്. കർത്താവിന്റെ വചനം പറയുന്ന നിനക്ക് രോഗസൗഖ്യമുണ്ടെങ്കിൽ, കർത്താവിന്റെ വചനം പറയുന്ന നിനക്ക് അത്ഭുതമുണ്ടെങ്കിൽ, കർത്താവിന്റെ വചനം പറയുന്ന പൂർണ്ണമായ ജയമുണ്ടെന്ന്, കർത്താവിന്റെ വചനം പറയുന്ന നിനക്ക് ഒരിക്കലും നശിക്കത്തില്ലെന്ന്, കർത്താവിന്റെ വചനം പറഞ്ഞ് നിങ്ങൾ ഉയർച്ച പ്രാപിക്കുമെന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ അതിന് വിരോധമായത് ഞാൻ അനുസരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതിന് വിരോധമായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞ കർത്താവേ ഇത് എനിക്കുള്ളതല്ല. നിങ്ങൾക്കുള്ളതിനെ അപ്പൊ എന്ത് ചെയ്യണം? ഉയർത്തിപ്പിടിക്കണം. നിങ്ങളുടെ നിയമത്തെ ഉയർത്തിപ്പിടിക്കണം, വചനത്തെ ഉയർത്തിപ്പിടിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അതിർത്തി കടന്നു വരുന്നതിനെ എങ്ങനെ ഓടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം എന്ന വാളുകൊണ്ട് അതിനെ വെട്ടിക്കോണം. ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? വചനം ഉയർത്തിപ്പിടിച്ചെപ്പോഴും, അതുകൊണ്ട് നമുക്ക് എപ്പോഴും വചനം അറിഞ്ഞിരിക്കണം. പ്രാർത്ഥനയെ കൂടിയോണ്ട് കാര്യമില്ല. നമ്മുടെ കയ്യിലൊരു വചനമുണ്ട്. വചനം പറയുന്നതിന് വിപരീതമായി എന്ത് വന്നാലും പറയണം ഇത് എനിക്കുള്ളതല്ല. ഉടനെ വചനം പറയണം. സ്വന്തം ശരീരത്തോട് കൈ വെച്ചിട്ട് വചനം പറയണം. വചനം പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? അതിർത്തി ലംഘിച്ചു വന്നതെല്ലാം വിട്ട് ഓടിപ്പോകുവാൻ ഇടയായിത്തീരും. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ അതിന് മൂർച്ചയുള്ളതാണ്. ആമേൻ. നമുക്കിന്നും പ്രാർത്ഥനയോടെ തന്നെ പോകാം. തുടർമാനമായിട്ട് നമ്മൾ എഫേസ്യ ലേഖനമാണ് കേട്ടുവരുന്നത്. ഇന്ന് എഫേസ്യ ലേഖനത്തിൽ നിന്നല്ല നമ്മൾ കേൾക്കുന്നത്, മറ്റൊരു അധ്യായത്തിൽ നിന്നാണ് കേട്ടതാണ്. റോമർക്ക് എഴുതിയ ലേഖനമാണ്. അതിൻ്റെ ചില ഭാഗങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ആശ്രയിക്കുന്നു. പരിചിതമായ വാക്യമാണ്, നമ്മൾ ഒരിക്കൽ റോമാ ലേഖനം കേട്ടു പോയതാണ്. എന്നാൽ ഇന്ന് ഈ ഒരു വചനം, ഇന്ന് എനിക്ക് പകല് എൻ്റെ ഉള്ളിൽ അത് വന്നതുകൊണ്ട് ഈ വചനത്തിൽ അല്പനേരം നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് കേൾക്കാൻ. തീർച്ചയായിട്ടും ഈ വചനം നമുക്കൊരു അനുഗ്രഹമായി തീരും. നമ്മൾ പലപ്പോഴും ഈ വചന സംബന്ധമായിട്ട് പല പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ വചനത്തിൽ നിന്ന് എപ്പോഴും കേൾക്കുന്ന ഒരാളുണ്ട്, പരിശുദ്ധ ആത്മാവ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, പരിശുദ്ധ ആത്മാവെന്ന് പറഞ്ഞ്.
പരിശുദ്ധാത്മാവ്. ആമേൻ. ഇവിടെ നിങ്ങൾക്ക് ഈ വചനം കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 8, 9, 10, 11 വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്: ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ഈ വാക്ക് ശ്രദ്ധിച്ചോണം. ജഡസ്വഭാവമുള്ളവർ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തേക്കുന്നത് ഫ്ലഷ്, അല്ലെങ്കിൽ കൊരിന്ത്യ ലേഖന പ്രകാരം കാർണൽ മൈൻഡഡ് എന്ന് കൊടുത്തേക്കുന്നത്. ജഡസ്വഭാവമുള്ളവർ, ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, നമ്മുടെ ബൈബിളിൽ ഒരു വാക്യമുണ്ട്: ജഡസ്വഭാവമുള്ളവർ ദൈവത്തിന്റെ വചനത്തെ അവർ എന്ത് ചെയ്യുന്നില്ല, കൈക്കൊള്ളുന്നില്ല. കൊരിന്ത്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ കർത്താവിന്റെ വചനത്തെ ഭോഷ്കെന്ന് പറയുക. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ലൂക്കോസ് ലീഹായുടെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നൊരു വാക്യമാണ്. കന്യകയായ മറിയത്തിനടുക്കലേക്ക് ഇന്ന് ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. ഇങ്ങനെ പറയുന്നത്: നിനക്കൊരു മകൻ ജനിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഇങ്ങനെയാണ് അതിൻ്റെ മറുപടി. മാതാവ് ഇങ്ങനെ പറഞ്ഞു: പുരുഷനെ അറിയാകിയാൽ, നമുക്കറിയാവുന്ന വാക്യമല്ല, ഇതെങ്ങനെ സംഭവിക്കും? തിരിച്ചൊരു മറുപടി ഇതാണ്: പരിശുദ്ധ ആത്മാവ്. ആർക്കെല്ലാം വചനം അറിയാവോ? ആ വാക്യം അറിയാവോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആ 2 വാക്യങ്ങളാ പറയുന്നത്. പരിശുദ്ധ ആത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ശ്രദ്ധിച്ചോണം. ഇപ്പൊ പരിശുദ്ധാത്മാവ് വന്നാൽ കന്യകയായ ഒരു വ്യക്തി എങ്ങനെ ഗർഭം ധരിക്കും? ബുദ്ധിമാന്മാരായ ആളുകൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് താലപൊകന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അവര് പറയും ഇത് വിഡ്ഢിത്തരമാണ്. അതെങ്ങനെയാണ്? വിവാഹം കഴിക്കാത്ത, ഒരു പുരുഷനുമായി ചേരാത്ത കന്യകയായ ഒരു സ്ത്രീ, ഒരു യുവതി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒരു പുരുഷനാൽ അല്ലാതെ ഒരിക്കലും ഗർഭം ധരിക്കത്തില്ല. പക്ഷെ വചനം പറയുന്നു പരിശുദ്ധ ആത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അവിടെ എന്തുണ്ടാകും? ഒരു അത്യുന്നതനായ ക്രിസ്തു വെളിപ്പെട്ടു വരും. എന്നാൽ ബുദ്ധിയിൽ ചിന്തിക്കുന്നവർക്ക്, അതുകൊണ്ടാണ് ജഡസ്വഭാവം എന്ന് പറഞ്ഞ് 2 രീതിയിലുണ്ട്. ഒന്ന് പാപസ്വഭാവം, എല്ലാത്തിനേക്കാൾ ഉപരി കാർണൽ മൈൻഡഡ് എന്നാണ് പറഞ്ഞത്. മാനുഷികമായി ചിന്തിക്കുന്നവർ. മാനുഷികമായി ചിന്തിച്ചാൽ നമുക്കൊന്നിനും ഉത്തരവില്ല, അല്ലേ? ഇപ്പം നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ നോക്കിയിട്ട് നമ്മൾ എപ്പോഴും പറയത്തില്ല യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കും എന്ന് പറയുമ്പം നിങ്ങളിങ്ങനെ തല പോയിക്കുമല്ലോ, എൻ്റെ ബ്രദറെ എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വേണ്ടെന്നേ, എത്തും പിടിയും തപ്പിപ്പോയാൽ ഒന്നും കിട്ടത്തില്ല. ഞാൻ എത്തും പിടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ആ ഭാഷ? അതായത് എങ്ങനെ ആലോചിച്ചാലും അതിന് ഉത്തരം കിട്ടത്തില്ല, അല്ലേ? ഈ എങ്ങനെയാ ഈ വിഷയത്തിൻ്റെ അകത്തുനിന്ന് പുറത്തു വരാൻ കഴിയുന്നത്? ആലോചന നിർത്ത്. ഞാൻ പറയുന്ന ആലോചന നിർത്ത്. എന്നിട്ട് പരിശുദ്ധ ആത്മാവിനെ ഒന്ന് അനുവദിക്ക്, പരിശുദ്ധ ആത്മാവിനെ ഒന്ന് അനുസരിക്ക്, പരിശുദ്ധ ആത്മാവിനെ ഒന്ന് വിശ്വസിക്ക്. എനിക്കൊരു ബുദ്ധിക്ക് എത്ര ചിന്തിച്ചിട്ടും ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെ കരകയറണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, പരിശുദ്ധ ആത്മാവ് അത് മുഴുവനും അത്ഭുതമാക്കി മാറ്റും. എൻ്റെ കൂടെ പറഞ്ഞിട്ട് എൻ്റെ വിഷയങ്ങളെ മുഴുവനും പരിശുദ്ധ ആത്മാവ് അത്ഭുതമാക്കി മാറ്റുമെന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം എന്നാണെന്നറിയോ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സഹായിക്കാൻ പോകുന്നത് ഇഷ്ടമല്ല. പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിന് ഇഷ്ടമല്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സഹായിക്കാൻ ചെല്ലണ്ട. പകരം പരിശുദ്ധ ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്യണം? അനുവദിക്കണം. ഞാനൊരു തെളിവ് പറയാം. പഴയ നിയമം നിങ്ങൾ വായിക്കുന്ന സമയത്ത് അബ്രഹാമിനെ പറ്റി നമുക്ക് കേൾക്കാൻ പറ്റും. അബ്രഹാമിനോട് ദൈവം ഇങ്ങനെ പറഞ്ഞു: നിനക്ക് ഞാനൊരു മകനെ തരും എന്ന് പറഞ്ഞു. നിനക്കൊരു മകനെ തരും എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്. നിങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ആ വാക്യം എടുക്കാൻ പറ്റുന്ന ആൾക്കാർ വേഗത്തിലുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി: എൻ്റെ ദാസനായ, 17-ാം വാക്യത്തിലാണ്, എൻ്റെ ദാസനായ എലയാസർ എൻ്റെ മുമ്പിൽ ജീവനോട് ഇരുന്നാൽ മതിയെന്ന് അബ്രഹാം പറയുന്നൊരു വാക്യമുണ്ട്. ആ വാക്യം കാണാപ്പാടം, അല്ലെങ്കിൽ ആ വാക്യം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നവരെന്ന് എടുത്ത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിലാണ് ആ വാക്യം. അവിടെ അബ്രഹാം പിതാവിനോട് ദൈവം പറഞ്ഞൊരു വാക്കാണ്: ഞാൻ നിനക്കൊരു മകനെ തരും. ഞാൻ നിനക്ക് എന്ത് തരും? ഒരു മകനെ തരും. അപ്പൊ പറഞ്ഞത് ആരാ പറഞ്ഞത്? യഹോവയായ ദൈവം, അല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്തു? നിനക്കൊരു മകനെ തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ചോണം, ദൈവം പറയുമ്പം, നമ്മളൊരു കാര്യം, ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മളോട് പറയുമ്പം ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ദൈവം അത് ചെയ്യുവാൻ യോഗ്യനാണ്. എൻ്റെ കൂടെ പറഞ്ഞ വാക്ക് പാലിപ്പാൻ ദൈവം ശക്തനാന്ന് പറ. പാലിക്കാൻ ദൈവം ശക്തനാണ്. ആമേൻ. അപ്പൊ ശ്രദ്ധിച്ചോണം, ആ വാക്യം കിട്ടിയോ നിങ്ങൾക്ക്? 17-ാം വാക്യത്തിൽ
എത്ര ഞാൻ ഇഷ്ട അവളെ വാക്യം? ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. സിസ്റ്റർ, ഈ വാക്യമാണ് ആം, ആ, നിന്റെ ദാസൻ, അതായത് ഇസ്മായിൽ എൻ്റെ മുമ്പിൽ ഇസ്മായിൽ എൻ്റെ മുമ്പിൽ ജീവനോട് ഇരുന്നാൽ മതി എന്നുകൊണ്ട് അബ്രഹാം കോംപ്രമൈസ് ചെയ്യുന്നൊരു വാക്യമാണ്. 18. 18ആണ് ഇശ്മായേൽ സിസ്റ്റർ. നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രാഹാം ദൈവത്തോട് പറഞ്ഞു. അപ്പൊ അബ്രഹാം എന്ത് ചെയ്തു? 18-ാം വാക്യം അല്ലേ? 18-ാം വാക്യം എത്രാമത്തെ? 18-ാം അധ്യായത്തിൽ എത്രാമത്തെ വാക്യം? 17:18. 17:18. ഓക്കെ. നിങ്ങൾക്ക് ആ വാക്യം ഞാനിപ്പോൾ കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി ഞാൻ കാണിക്കാം. അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി കാണോണം. ഈ വാക്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആ വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ വാക്യം? കാണാം. ശ്രദ്ധിച്ചോണം. ഇവിടെ നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ചോണം. അപ്പോൾ അബ്രഹാം കവന്ന് വീണ് ചിരിച്ചിട്ട് പറഞ്ഞു, 100 വയസ്സുള്ള മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതിയെന്ന് അബ്രഹാം പറഞ്ഞു. അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറായി നിനക്കൊരു മകനെ പ്രസവിക്കും, നീ അവന് ഇസഹാക്ക് എന്ന് പേരിടും. ശ്രദ്ധിച്ചോണം. അബ്രഹാം ഓർത്ത് ദൈവം ഒരു തലമുറയെ തരും. കുറേ നാളായിട്ട് ദൈവം പറയുകയാണ്, തലമുറയെ തരും. അവസാനം തലമുറയെ തന്നില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, അബ്രഹാമിന്റെ മനസ്സിന്റെ അകത്തൊരു വേദന ഉണ്ടായി. ദൈവം തലമുറയെ തരുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു. കുറേ നാളായിട്ടും തലമുറയെ കണ്ടില്ല. ഇനിയിപ്പോൾ ദൈവനാമം ദൂഷിക്കപ്പെട്ടാലോ? കുറേ നാൾ കഴിയുമ്പോഴേക്കും നാട്ടുകാർക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. നമ്മുടെ ഒരു നാട്ടുകാർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ എന്നാ സംഭവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്നാ സംഭവിക്കുന്നുള്ള നോക്കി നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പൊ അബ്രഹാം ഓർത്തു, അങ്ങനെ ചില ആൾക്കാർക്ക് ഒരു മറുപടി താൻ കൊടുക്കാൻ പോവാണ്. ദൈവം എന്തായാലും ഒരു മകനെ തരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ദൈവത്തിന് എന്തായാലും ഒരു മകനെ എനിക്ക് തന്നാൽ മതി. അതിപ്പം എൻ്റെ ഭാര്യ ഒരിക്കലും ഇനി ഗർഭം ധരിക്കത്തില്ല, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ബൈബിൾ ഇങ്ങനെ പറഞ്ഞ സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയെന്നാണ് പറഞ്ഞേക്കുന്നത്. 100 വയസ്സായി അങ്ങനെ പറഞ്ഞ വാക്യം കൊണ്ട് നോക്കി, 100 വയസ്സുള്ള ഒരു മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ? മറ്റൊരു വാക്യത്തിൽ പറയുന്നു, സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാലോ. ഇത്രയും പറഞ്ഞിട്ട് അബ്രഹാം തീരുമാനിച്ചു, എന്തായാലും എൻ്റെ ഭാര്യ പ്രസവിക്കത്തില്ല. പക്ഷെ ദൈവത്തിനാണെങ്കിൽ നാണം കളയാനും പറ്റത്തില്ല. അബ്രഹാം എന്ത് ചെയ്യുന്നു? ദൈവത്തെ ഒന്ന് സഹായിച്ചു. എന്താ സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ ദാസിയായ ഹാഗറിലൂടെ ഒരാൺ തലമുറയെ കൊടുത്തിട്ട് പറഞ്ഞു, അവനൊരു പേരിട്ട് ഇസ്മായിൽ. അപ്പൊ നാട്ടുകാർ നോക്കുമ്പോൾ പറയും, ഓ, അബ്രഹാമിന് കൊച്ചു ജനിച്ചു, ദൈവം വാക്കുപാലിച്ചു. അപ്പൊ അബ്രഹാം ഓർത്ത് ദൈവം തന്നെ അങ്ങോട്ട് എന്ത് ചെയ്യും? അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് പറയാം, അബ്രഹാമെ, നീ മിടുക്കനാകട്ടെ, നീ എൻ്റെ മാനം കാത്തു. ഓ, ഞാൻ വാക്ക് പറയുന്നവനെന്ന് നീ നാട്ടുകാർ മുമ്പിൽ ബോധ്യപ്പെടുത്തിയല്ലോ എന്ന് അബ്രഹാം ഓർത്തു. ദൈവം അബ്രഹാമിനെ എന്ത് ചെയ്ത് പ്രശംസിക്കുമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ ദൈവം വന്നിട്ട് പറയുകയാണ് 19-ാം വാക്യത്തിൽ, അബ്രഹാമേ, നിന്റെ ഭാര്യയായ സാറായി നിനക്കൊരു മകനെ പ്രസവിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. നിനക്കൊരു മകൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ ആ മകൻ നീ നിർമ്മിക്കുന്നവനല്ല, ഞാൻ തരുന്നവനാ. എൻ്റെ കൂടെ ആമേൻ പറഞ്ഞ്, ദൈവം തരുന്ന അനുഗ്രഹം എനിക്കുണ്ടെന്ന് പറ. ദൈവം തരുന്ന ആമേൻ. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മൾ ദൈവത്തെ സഹായിക്കേണ്ട അഥവാ പരിശുദ്ധാത്മാവിനെ നമ്മൾ പഠിപ്പിക്കാൻ പോകണ്ട. ഇവിടെ അബ്രഹാമിന് പറ്റിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ, അബ്രഹാം നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷെ അബ്രഹാമിന്റെ മനസ്സിലൊരു വേദന ഉണ്ടായി. കർത്താവ് കാര്യമൊക്കെ ദൈവം തരുമെന്ന് പറഞ്ഞു, നാണക്കേടുമായി, കുറേ നാളായിട്ട് കാണുന്നുമില്ല. എന്നാൽ പിന്നെ ദൈവത്തെ ഒന്ന് സഹായിക്കാൻ വേണ്ട. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു, കന്യകയായിരിക്കുന്ന മാതാവ് ഇങ്ങനെ പറയുന്നത്, ഇപ്പൊ കന്യകയാണ് ഞാൻ, ഇപ്പൊ എനിക്ക് ഉദരത്തിൽ ഒരു തലമുറ ഇല്ല, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അബ്രഹാം ചെയ്തതുപോലെ എന്ത് ചെയ്യാൻ പോയില്ല? ദൈവത്തെ സഹായിക്കാൻ പോയില്ല. പകരം ഒറ്റ വാക്ക് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. മനസ്സിലായോ? ഇതാണ് പരിശുദ്ധാത്മാവിനെ നാം അനുവദിക്കേണ്ടത്. നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കണം. ഇപ്പൊ മനസ്സിലായോ? നമ്മളൊരു നിയമത്തിന്റെ കീഴിലാണ്, ദൈവവചനമാകുന്ന നിയമത്തിന്റെ കീഴിലാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാർ അമേരിക്കൻ നിയമം അനുസരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇന്ത്യയിൽ താമസിക്കുന്ന ആൾ അമേരിക്കൻ നിയമം ആചരിക്കേണ്ട കാര്യമില്ല. അതിന്റെ കാരണം നിങ്ങൾ ഇന്ത്യൻ നിയമത്തിന്റെ കീഴിലാണ്. ഇതേപോലെ ദൈവരാജ്യത്തിൽ, ദൈവവചനത്തിൽ വിശ്വാസികളായ നിങ്ങൾ ദൈവത്തിന്റെ നിയമത്തിന്റെ കീഴിൽ, വചനത്തിന് വിരോധമായി എന്ത് കണ്ടാലും അത് നിയമം ലംഘിച്ചു വരുന്നതാണ്. വചനം എന്ന വാൾ ഉയർത്തിയിട്ട് പറയണം, കർത്താവേ, നിന്റെ വാക്കിന് വിരോധമായി പൊങ്ങുന്നതിനെ ഞാൻ ഇടിച്ചു കളയുന്നു.
അത് ഉയർത്തിപ്പിടിച്ചാൽ മതി. വചനം ഒന്ന് ഉയർത്തിപ്പിടിച്ചാൽ മതി. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ അബ്രഹാം പറയാണ്, ഇസ്മായിൽ എൻ്റെ മുമ്പിൽ ജീവനോടെ നിന്നാ മതി. നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചു, ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. 9-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്ര. അതായത് ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ. ഇപ്പൊ മനസ്സിലായോ? എൻ്റെ അകത്ത് ആരുണ്ട്? നിങ്ങളുടെ അകത്ത് ആരിപ്പുണ്ട്? പരിശുദ്ധാത്മാവ് ഇപ്പൊ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്തിനിരിക്കുന്നറിയാവോ? ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന വചനത്തെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടി ഇറങ്ങി വന്നേക്കുന്ന ആളാ പരിശുദ്ധ ആത്മാവ്. ഉദാഹരണം ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരു വാക്ക് ഇങ്ങനെ കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമുക്ക് പരിചിതമായ വാക്യം. ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന സമയത്ത് ആദിയിൽ നമുക്കറിയാം, ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് വെള്ളത്തിന്റെ മീതെ ആത്മാവ് പരിവർത്തിച്ചു എന്ന് കാണാൻ പറ്റും. ശ്രദ്ധിച്ചോണം, വെള്ളത്തിന്റെ മീതെ ആര് പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്? ആത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നിങ്ങൾ കണ്ടോണം, 1-ാം വാക്യം ഞാൻ നിങ്ങളെ ഇപ്പൊ കാണിക്കാം. കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പൊ വെള്ളത്തിന്റെ മീതെ ആരുണ്ടായിരുന്നു? പരിശുദ്ധാത്മ. അതായത് ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ഉടനെ വെളിച്ചമുണ്ടായി. അപ്പൊ അവിടെ ആര് നിപ്പുണ്ടായിരുന്നു? 1-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അവിടെ നിപ്പുണ്ട്. ഉടനെ ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പരിവർത്തിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവവചനം കേട്ട ഉടനെ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതാണ് വചനം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് അവിടെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ മനസ്സിലായോ? പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത, നിങ്ങളുടെ അകത്ത് ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സഹായിക്കേണ്ട, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ആത്മാവ് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ പറഞ്ഞ്, ഞാൻ സഹായിക്കേണ്ട, എന്നെ സഹായിക്കാൻ വന്ന ആളാന്ന് പറ. ഞാൻ സഹായിക്കേണ്ട, എന്നെ സഹായിക്കാനാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഒരു വചനം കേട്ട് കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വന്നാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ തളർന്നു പോയിരിക്കുകയാണ്, ഏറ്റു പറയാൻ പറ്റുന്നില്ല, ബ്രദറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഒരു മനുഷ്യൻ പോലും നിങ്ങൾക്ക് ഒരു പ്രയർ ലൈൻ പോലും കിട്ടുന്നില്ല, നിങ്ങൾ ആകുലപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഓർക്കണം, ഇല്ല, എൻ്റെ അകത്ത് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച് ആത്മാവിരിപ്പുണ്ട്, എന്നെ സഹായിക്കുന്ന ആത്മാവ്. ഉടനെ പറ, പരിശുദ്ധാത്മാവേ, എനിക്കിവിടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്നെ നടത്തണം, എന്നെ സഹായിക്കണമെന്ന് ഒറ്റ വാക്കൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങേക്ക് കീഴ്പ്പെടുന്നു, അങ്ങ് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ, വചനം പറയുന്നു, വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ആ സെക്കൻഡിൽ പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങും. ശ്രദ്ധിച്ചോണം, പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. ആമേൻ. എന്നാൽ അബ്രഹാമിന് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബ്രഹാമിനെ ദൈവം കാണിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ്, അബ്രഹാം ദൈവത്തെ സഹായിക്കാൻ തോന്നുന്നു. അതുകൊണ്ടാണ് ഇന്നും നിങ്ങൾ നോക്കിയാൽ മതി, ലോകത്തിൽ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള ആരാ നോക്കിയാൽ ഇസ്മായിലിന്റെ സന്തതികളാണ്. അത് വേറൊന്നുമല്ല, അത് ലോകത്തിൽ അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അവന് എപ്പോഴും നിനക്ക് വിരോധമായിരിക്കുമെന്ന് വചനം പറയുന്നതാണ്. നമ്മൾ ആരും ഒന്നും ചെയ്യുന്നതല്ല, അതെപ്പോഴും വിരോധമായിരിക്കുമെന്ന് വചനത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പോയതാണ്? ദൈവം പറയാത്തതിനെ, ദൈവം ചെയ്യാത്തതിനെ അബ്രഹാം ഏറ്റെടുത്ത് ചെയ്തു. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവേ, ഞാൻ ഓർത്ത് ദൈവം ഇതെല്ലാം മറന്നുപോയെന്ന്. ഇവിടെ ശ്രദ്ധിച്ചോണം, അപ്പോൾ അബ്രഹാം കവന്ന് വീണ് ചിരിച്ചു, 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ, 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. എന്നോർത്ത് വാഗൊണ്ട് പറഞ്ഞില്ല, തൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുക. അബ്രഹാം ഓർത്ത് ദൈവം ഒന്നും കേൾക്കാൻ പോണില്ല, മനസ്സിൽ പറഞ്ഞപ്പോൾ തമ്പുരാൻ പറയുകയാണ്, ദൈവം പറയുകയാണ്, നിന്റെ ഭാര്യയായ സാറായി നിനക്കൊരു മകൻ. നീ മനസ്സിൽ ചിന്തിച്ചാൽ എനിക്കത് ഇവിടെ അറിയാൻ പറ്റും. നീ ഇസ്മായിലിനെ വെച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട, ഞാൻ പറഞ്ഞ വാക്കിനെ ഞാൻ പാലിക്കും. ശ്രദ്ധിച്ചോണം, ദൈവം നിങ്ങളോടൊരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കാണുന്നത് വരെ, ശ്രദ്ധിച്ചോണം, അത് കാണുന്നത് വരെ നിങ്ങൾ പ്രവർത്തിക്കാൻ പോകരുത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞൊരു വാക്കുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്.
മനസ്സിലാവുന്നുണ്ടോ? വാക്തത്വം കാണുവാൻ ആഗ്രഹിക്കുന്നവർ, ദൈവത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ നാം ബഹുമാനിക്കണം. പരിശുദ്ധാത്മാവിനെ ദൈവം വിട്ടിരിക്കുന്നത് എൻ്റെ സഹായത്തിന് വേണ്ടിയാണ്. എനിക്ക് സ്വയമായി നടക്കാൻ കഴിയാത്തത് കൊണ്ട് എന്നെ ചേർത്ത് പിടിച്ച് നടത്തുന്നയാളാണ് പരിശുദ്ധാത്മാവ്. ആമേൻ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കോട് ഞാൻ പറയുന്നു, നമ്മൾ ദൈവവചനത്തിന്റെ നിയമത്തിലാണ്. അതിന് വിരോധമായി എന്തു വന്നാലും പിടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ചിലപ്പോൾ നമ്മുടെ മനസ്സ് പറയും. എന്താ മനസ്സ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ബുദ്ധി നമ്മുടെ, അതുകൊണ്ടാണ് തുടക്കത്തിൽ റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം ശ്രദ്ധിച്ചോണം, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. കൊരിന്ത്യലേഖനത്തിൽ ഞാൻ പറഞ്ഞു, കാർണൽ മൈൻഡഡ്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തിന്റെ വചനം അവർക്ക് ഭോഷത്വമായി തോന്നുക. വചനം കേൾക്കുമ്പം എങ്ങനെ വിഡ്ഢിത്തരമായി തോന്നുക. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുന്നു പറഞ്ഞാൽ ബുദ്ധിമാന്മാരെല്ലാം പറയും, ബുദ്ധിയുള്ള എല്ലാ ആൾക്കാരും, ഭയങ്കര ബുദ്ധിമാന്മാർ ചിന്തിച്ചിട്ട് പറയും അത് നടക്കാത്തൊരു കാര്യമാണ്, ഇത് വെറും മണ്ടത്തരമാണ്. എന്നാൽ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി ചാടിക്കേറി ആമേൻ പറയും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ കാണാത്ത ഒരു പരിശുദ്ധാത്മാവിന് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയും. ആത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആമേൻ. അപ്പൊ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുണ്ട്. അടുത്ത വാക്യത്തിൽ പറയുന്നു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നു, എത്ര പ്രതിസന്ധി വന്നാലും എനിക്ക് ചത്താ മതി, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ഇവിടെ കൊണ്ട് തീർന്നാൽ മതി, ഇവിടെ കൊണ്ട് അവസാനിച്ചാൽ മതി എന്ന് പറയരുത്. പരിശുദ്ധാത്മാവ് വന്നത് ജീവിപ്പിക്കാൻ വേണ്ടിയാ. ഒന്നുകൂടെ പറഞ്ഞാൽ, റോമാലേഖനം 5-ാം അധ്യായ പ്രകാരമാണെങ്കിൽ ജീവനിൽ വാഴിക്കാൻ വേണ്ടിയാ. ഇതിന് വിരോധമായത് വരുമ്പം നമ്മുടെ മനസ്സിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും കൊണ്ടുവന്നിട്ട് നമ്മളെ പിന്നോട്ട് വലിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, പരിശുദ്ധാത്മാവ് ഉണ്ട് കേട്ടോ. എൻ്റെ കൂടെ പറഞ്ഞ പരിശുദ്ധാത്മാവ് സത്യമാന്ന് പറ. പരിശുദ്ധാത്മാവ് സത്യമാണ്. നിങ്ങളൊന്ന് സഹായം ചോദിക്കും, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണം. എനിക്കറിയാം സത്യമാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു കെട്ടുകഥയല്ല. ലോകത്തിൽ ഒത്തിരി കെട്ടുകഥകളുണ്ട് അല്ലേ? നമ്മൾ തന്നെ കേട്ടിട്ടില്ല, ഒത്തിരി കെട്ടുകഥകൾ ലോകത്തിലുണ്ട്. കെട്ടുകഥകൾ എന്താ? കെട്ടുകഥ എന്ന് പറഞ്ഞാൽ റിയൽ അല്ല, അതൊരു ഫേക്ക് ആണ്. നമ്മളില്ലാത്തതിനെ ഇമാജിൻ ചെയ്ത് ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രസംഗിക്കും. അതേപോലെ ഒന്നല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയത്തില്ല, പക്ഷെ സത്യമാണ്. അതുണ്ട്, നിങ്ങളിലുണ്ട്. നിങ്ങളുടെ ഹാർട്ട് മുറിച്ച് നോക്കിയാൽ, നിങ്ങളുടെ വയറ് കീറി നോക്കിയാൽ, നിങ്ങളുടെ മുഴുവൻ മാംസവും എടുത്തു നോക്കിയാൽ കണ്ണുകൊണ്ട് അത് കാണാൻ പറ്റത്തില്ല. എത്ര MRI സ്കാൻ ചെയ്താലും പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, സത്യമായി നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. എന്നാ തെളിവ്? ബൈബിളാ തെളിവ്. ഇനി പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് എനിക്ക് എങ്ങനെ ബ്രദറെ മനസ്സിലാക്കാൻ പറ്റും? ഉയർത്തിപ്പിടിക്കണം വചനത്തെ. പ്രശ്നങ്ങൾ വരുമ്പം തളർന്നു പോകരുത്. തളർന്നു പോകുവാണെങ്കിൽ പറ, കർത്താവേ ഞാൻ തളർന്നു പോയി, എന്നെ ബലപ്പെടുത്തണം പരിശുദ്ധാത്മാവേ. ഏതാ നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട വചനം ഉയർത്തിപ്പിടിക്കുക. അപ്പൊ കാണാൻ പറ്റും ആ വചനം എന്താന്നുള്ളത് കാണിക്കാൻ പറ്റും. ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കണം എന്നല്ല, പരിശുദ്ധാത്മാവ് എപ്പോഴും പ്രവർത്തിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവവചനത്തെ ഉയർത്തുന്നവരാകണം. വചനവിരുദ്ധമായിട്ട് എന്ത് വന്നാൽ അത് ഉയർത്തിപ്പിടിക്കരുത്. ഞാൻ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒരിക്കലും കര കയറാൻ പോണില്ല, ഒരിക്കലും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. എങ്ങനെ പ്രവർത്തിക്കും പരിശുദ്ധാത്മാവ്? എങ്ങനെ? പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുന്ന കർത്താവാ. അപ്പൊ ഉയർപ്പിക്കുന്ന ദൈവമായ എൻ്റെ ദൈവം. എൻ്റെ കൂടെ പറഞ്ഞാൽ ഉയർച്ച തന്നെ പ്രാപിക്കുന്നവരാ. ഞാൻ ഉയർച്ച തന്നെ പറഞ്ഞാൽ ഉയർച്ച തന്നെ പ്രാപിക്കുന്നവരാ. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ നമ്മൾ കർത്താവിന്റെ വചനം എന്നോട് പറയുന്നതിന് വിരോധമായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തളർന്നു പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾ ബലം പിടിക്കാൻ പോകരുത്. നിങ്ങൾ ബലം പിടിക്കാൻ പോകരുത്. ഞാനൊന്ന് നോക്കട്ടെ ഇത് മാറോ ഇല്ലയോ എന്ന്, ഞാനൊന്ന് ശ്രമിക്കട്ടെ ഇതൊന്ന് തീരുമെന്ന് ഒന്നും വേണ്ട. നിങ്ങൾക്ക് സങ്കടം വന്നാൽ ഉടനെ പറ, പരിശുദ്ധാത്മാവേ എന്നെ ഹെൽപ്പ് ചെയ്യണം. പരിശുദ്ധാത്മാവേ അങ്ങയുടെ വചനം പറയുന്നത് പോലെ എന്നെ നടത്തണം. യേശു പറഞ്ഞു എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. ഇപ്പൊ പരിശുദ്ധാത്മാവ് എന്തിനാ വന്നേക്കുന്നത്? കിടത്താനാണോ നടത്താനാണോ? നടത്താൻ. പക്ഷെ നമ്മുടെ രോഗം നമ്മളെ നോക്കി പറയാം, നിന്നെ കിടത്തും കൊണ്ടുപോകും.
പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ വന്നിരിക്കുന്നത് നടത്താനാ. അതുകൊണ്ട് അതിന്റെ തെളിവ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 38 വർഷമായിട്ട് തളർവാദം പിടിച്ചൊരു മനുഷ്യൻ, അവൻ രോഗക്കിടക്കേ കിടക്കുക. യേശു പറഞ്ഞു കിടക്കയെടുത്ത് നടക്കാന്ന് പറഞ്ഞു. ആ പുള്ളി പറഞ്ഞു, തിരിച്ചെന്നാ പുള്ളി പറഞ്ഞത്, എനിക്ക് എണീക്കാനും പറ്റുന്നില്ല, ഞാൻ അങ്ങനെ ഇവിടെ കിടന്നോളാം എന്നല്ല. യേശു പറഞ്ഞ ക്ഷണത്തിൽ അവൻ എണീറ്റ് നടന്നു. കാരണം യേശു പറഞ്ഞു എൻ്റെ അകത്തിരിക്കുന്നത് പരിശുദ്ധ ആത്മാവാ, കിടത്തുന്ന ആത്മാവല്ല, നടത്തുന്ന ആത്മാവാ. മനസ്സിലാകുന്നുണ്ടോ? എന്നാ വലിയ പ്രശ്നം വന്നാലും, എത്ര വലിയ പ്രതികൂലമാണെങ്കിലും നിങ്ങൾ വിളിച്ചു പറയണം, പരിശുദ്ധ ആത്മാവ് എന്നെ നടത്തും, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. ആമേൻ. യേശുവിൽ വിശ്വസിക്കുന്നവനെ നടത്തുന്ന ഒരു പരിശുദ്ധ ആത്മാവ് ഉണ്ട്. വാക്തത്വങ്ങൾ എഴുതി വെക്കണം കേട്ടോ. എഴുതി വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ എന്നെ വെറുതെ പറ്റിക്കാൻ പറഞ്ഞ വാക്കല്ലെന്ന് എനിക്കറിയാം. നമ്മളൊന്ന് സംസാരിക്കണം. തലമുറയെ തരുവെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്രഹാം ഓർത്ത് കാണും. 17 വർഷമായിട്ട് ഒന്നും ദൈവം മിണ്ടുന്നില്ല. അബ്രഹാം ഓർത്ത് കാണും, ഇനിയിപ്പോൾ എന്നാ കിട്ടാനാ, ഇനി ഞാൻ പയ്യെ എന്ത് ചെയ്തേക്കാം, ദൈവത്തിനൊരു കൊച്ചിനെ കിട്ടിയാൽ പോരെ, എനിക്കും ഒരു കൊച്ചിനെ കിട്ടിയാൽ മതി, ദൈവത്തിനൊരു കൊച്ചിനെ കിട്ടിയാൽ മതി. അപ്പം അബ്രഹാമിന്റെ ബുദ്ധി തെളിഞ്ഞൊരു ആശയമാണ്, ദൈവത്തിനും കൊച്ചിനെ കിട്ടും, എനിക്കും കൊച്ചിനെ കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? ദൈവം പറഞ്ഞു നിനക്കൊരു സന്തതിയെ തരുമെന്നാണ് പറഞ്ഞത്. അപ്പം അബ്രഹാം ഓർത്ത് എനിക്കൊരു സന്തതിയെ ആവശ്യമാണ്, ദൈവത്തിന് ഒരു ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്തേക്കാം, ദൈവത്തെ ഒന്ന് സഹായിച്ചേക്കാം. തന്റെ ദാസിയായ ഹാഗറുമായിട്ട് ചേർന്ന് ഒരു കുഞ്ഞിനെ കിട്ടി, പേര് വിട്ടു, ഇസ്മായിൽ എന്നിട്ടു. അപ്പൊ അബ്രഹാം സന്തോഷിച്ചു, അബ്രഹാം സെലിബ്രേറ്റ് ചെയ്തു. അബ്രഹാമിനെ കണ്ടവരും നാട്ടുകാരും വീട്ടുകാരിൽ അബ്രഹാം പറഞ്ഞു, ദൈവം എനിക്കൊരു കൊച്ചിനെ തന്നു. ദൈവം ഇറങ്ങി എന്നിട്ട് പറഞ്ഞു, എനിക്കറിയത്തില്ല ഈ കൊച്ചിനെ, ഞാൻ പറഞ്ഞത് ആരാണ്, ഇസഹാക്കിനെ തരുമെന്നാ പറഞ്ഞത്. അബ്രഹാം കുടുങ്ങി, അബ്രഹാം വിയർത്തു, അബ്രഹാമിന് ടെൻഷനായി. കർത്താവേ നിന്നെ ഞാൻ സഹായിച്ചതല്ലേ, അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിൻ്റെ വചനം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ, നിങ്ങളെ കേൾപ്പിക്കുന്ന ദൈവത്തിന് അത് കാണിക്കാനും കഴിവുണ്ടെന്ന് കാണിക്കാം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെ കേൾപ്പിക്കുന്ന ദൈവത്തിന് അതിന് കഴിവുണ്ട്. ദൈവത്തിന് ആ കഴിവുണ്ടെന്ന് കാണിക്കാനാണ് ദൈവം എപ്പോഴും നമ്മളോട് പറയുന്നത്, നീ വിശ്വസിച്ചാൽ മതിയെന്ന് പറയുന്നത്. മനസ്സിലായോ? യായിറോസ് എന്ന് പറയുന്ന ഒരു പള്ളിപ്രമാണിയുടെ മകളെ സൗഖ്യമാക്കാൻ വേണ്ടി യേശുവിൻ്റെ പുറകെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. ഭയങ്കര പുരുഷാരം നിൽക്കുന്ന സമയത്ത് ആ വചനമുള്ളവരെ പെട്ടെന്ന് എടുത്തോണം. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. യായിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ യേശുവിനെ തോണ്ടിക്കൊണ്ടിരിക്കുക, നാഥാ എൻ്റെ കുഞ്ഞ് മേലാ കിടക്കുക, പെട്ടെന്ന് എൻ്റെ അടുക്കലേക്ക് വരണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവിടെ നിന്നൊരു വാർത്ത വന്ന്, എന്നാ വാർത്തയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു, ഗുരുവിനെ ഇനി അസഖ്യപ്പെടുത്തണ്ട. എല്ലാവരും സ്റ്റക്കായി. കാര്യം ഇത്രയും നേരം ആ മനുഷ്യൻ നിലവിളിച്ചത് പനിയായി കിടന്ന മകൾക്ക് സൗഖ്യത്തിന് വേണ്ടിയാ. പക്ഷെ ഇപ്പൊ അവിടെ നിന്ന് ഒരു വാർത്ത വന്നു, ബാല മരിച്ചു, ഇനി ഗുരുവിനെ അസഖ്യപ്പെടുത്തേണ്ട, നീ നിന്റെ പാട്ടിന് പോവാന്നതിന്റെ അർത്ഥം. മനസ്സിലായോ? നിനക്ക് നാണമില്ല ഇനി യേശുവിനെ വിളിക്കാൻ? ഇത്ര നേരം വിളിച്ചിട്ട് മൈൻഡ് ചെയ്യാത്ത യേശുവിനെ ഇപ്പൊ വിളിക്കാൻ പോകണം. യേശുവിനെ വിട്ടേക്ക്. കർത്താവ് അവിടെ നിന്നു, തിരിച്ചൊരു വാക്യം പറഞ്ഞു. എന്നാ വാക്യം എന്നറിയാവോ? ആ വചനം പറയാവുന്നവരെടുത്ത് ഒറ്റ വാക്യം യേശു തിരിച്ചു പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യും. കണ്ടോ? ഭയപ്പെടേണ്ട. ആ വചനം കിട്ടിയവരെന്ന് പറയണം, ഭയപ്പെടേണ്ട, മർക്കോസ് 7 ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ശ്രദ്ധിച്ചോണം, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാൻ ചോദിച്ചോട്ടെ കർത്താവേ, പനി ആയിരുന്നെങ്കിൽ കർത്താവെ അങ്ങ് വന്ന് അത്ഭുതം ചെയ്തിരുന്നെങ്കിൽ എന്ത് നല്ലായേനെ. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കൊച്ചു മരിച്ചപ്പോൾ യേശു പറയാം ഭയപ്പെടേണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അപ്പന്റെ സകല ധൈര്യവും പോയി, എല്ലാ കോൺഫിഡൻസും പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, സ്വന്തം കുഞ്ഞ് മരിച്ചു പോയെന്നൊരു വാർത്ത കേട്ടാൽ ഏതപ്പന് ഇനി വിശ്വസിക്കാൻ പറ്റും? എല്ലാ പരിപാടിയും തീർന്നു, എല്ലാം തീർന്ന് കർത്താവ് അവിടെ നിന്നപ്പോൾ യേശുവിന്റെ മറുപടി ഇതാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാലോചിച്ച് നോക്കി, ആ മനുഷ്യൻ എങ്ങനെ വിശ്വസിക്കുന്നു? ആലോചിച്ച് നോക്കി, കുഞ്ഞു മരിച്ചെന്നുള്ള വാർത്ത കേട്ടാൽ ഏതപ്പന് ഭാരപ്പെടും? അതിന്റെ അർത്ഥം എന്നാന്നറിയോ? യേശു അവിടെ പറയുന്നതിന്റെ അപ്പൻ ഇനി ഒന്നും ചെയ്യാനില്ല, അപ്പന്റെ സകല കോൺഫിഡൻസും പോയി, അപ്പന്റെ സകല വിശ്വാസവും പോയി. പക്ഷെ യേശു പറയാം, നീ പേടിക്കണ്ട, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. എന്നാ വിശ്വസിക്കണമെന്ന് അറിയാവോ? കപ്പാസിറ്റി ഉണ്ട്. നിന്റെ മകളെ ഉയർപ്പിക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്, എനിക്കുണ്ടെന്ന് നീ ഒന്ന് വിശ്വസിച്ചാൽ മതി. ഞാനിങ്ങനെ ചിന്തിക്കുക, ആ മനുഷ്യൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും. യേശു പറഞ്ഞ കപ്പാസിറ്റി ഉണ്ടെന്ന് പറയുക മാത്രമല്ല, ഞാൻ കാണിക്കാൻ പോവാ എന്നും പറഞ്ഞ് നേരെ ആ വീട്ടിൽ വന്നിട്ട് ആ മകളെ ഉയർപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും.
ഹാലലൂയ. അത് അങ്ങനെ ഞാനൊരു അത് കാര്യം ചോദിച്ചോട്ടെ, കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, നമ്മൾ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ തിരസ്കരിക്കരുത്. ഈ ദിവസങ്ങളിൽ കേട്ടോണം, എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ ബുദ്ധി പറയും. അതാണ് ഞാൻ പറഞ്ഞത്, കാർണൽ മൈൻഡഡാ. നമ്മൾ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബുദ്ധി. നിങ്ങൾ കർത്താവ് എന്തുകൊണ്ടാണെന്നറിയോ പഠിപ്പില്ലാത്തതും സാമാന്യ മനുഷ്യരായ ശിഷ്യന്മാരെ എഴുതുന്നറിയാവോ? മെഡിക്കൽ ഫീൽഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര അറിവും ജ്ഞാനമുള്ള വ്യക്തിയാണെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും അവൻ പെട്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യും, പെട്ടെന്ന് അവൻ എൻ്റെ സിംറ്റങ്ങൾ ചെക്ക് ചെയ്യും, അതിൻ്റെ കുറിച്ചുള്ള കാഠിന്യങ്ങളെ പറ്റിയൊക്കെ അന്വേഷിച്ച് അങ്ങ് പോകും. പക്ഷെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എന്നാ കാരണം എന്നറിയത്തില്ല, ഒറ്റ കാര്യം പറയും, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകും. ആമേൻ. കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകും. അവരതിനെ പറ്റി ആഴമായിട്ട് അവർക്ക് പഠിപ്പില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കും എന്നൊരു ഉറപ്പ് അവർക്ക് കിട്ടി. അവിടെ ബുദ്ധിയല്ല അവിടെ ചലിക്കുന്നത്, പകരം പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയാണ് ചലിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ ബുദ്ധിക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവ് ഉണ്ട്. ഞാനത് ഇല്ലെന്ന് അംഗീകരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇല്ലാതാകുന്നില്ല, അത് സത്യമായ കാര്യമാണ്. യേശുവിനെ മരിച്ചുകൊണ്ട് ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, നിങ്ങൾ സഹായിച്ച്, നിങ്ങൾ കൊടുക്കുന്ന ആഹാരം കഴിച്ചല്ല പരിശുദ്ധാത്മാവ് ജീവിക്കുന്നത് കേട്ടോ. നിങ്ങൾ കൊടുക്കുന്ന എനർജി കൊടുത്തിട്ടല്ല പരിശുദ്ധാത്മാവ് ജീവിക്കുന്നത്. നിങ്ങളുടെ അവയവങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന ആഹാരം കൊണ്ടാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ജീവിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഒന്നുകൊണ്ടല്ല, നിങ്ങളെ ജീവിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ജീവിപ്പിക്കാനാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. നിങ്ങളെ ജീവിപ്പിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ അകത്തുണ്ട്. ഇന്ന് ആ കർത്താവിൻ്റെ ആ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇപ്പൊ മനസ്സിലായി, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? വിശ്വസിക്കുക മാത്രം ചെയ്യുന്ന അർത്ഥം എന്തുവാ? ഈ ബാല മരിച്ചു കിടക്കുന്ന മേഴ്സി സൗകര്യ വാക്യം അയച്ചിട്ടുണ്ട്, മർക്കോസ് 5:36 അല്ലേ? മർക്കോസ് 5:5, മർക്കോസ് 10:9, മർക്കോസ് 5, ലൂക്കോസ് 8. അല്ല, എനിക്ക് ആ വാക്യം മാത്രം കിട്ടാൻ വേണ്ടിയാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നുള്ളത് ഒരു വാക്യത്തിൽ മാത്രമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. മർക്കോസ് 5:36 യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. അയ്യോ, ഒരു വാക്കും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു സിസ്റ്റർ. ആ വാക്യം കൂടെ സിസ്റ്റർ കേറി പറഞ്ഞല്ലോ. ഈ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. യേശു ആ വാക്ക് എന്ത് ചെയ്തില്ല? 36 വാക്യം അല്ലേ? യേശു ആ വാക്ക് കാര്യമാക്കാതെ കേട്ടെ, യേശു ആ വാക്ക് എന്ത് ചെയ്തില്ല? കാര്യമാക്കാതെ. എന്താ ഈ കാര്യമാക്കുക എന്നതിന്റെ അർത്ഥം എന്തുവാ? കാര്യമാക്കുക എന്ന് പറഞ്ഞ വിലക്കെടുക്കുക. യേശു ആ വാക്കിനെ വലിയ മൈൻഡ് ചെയ്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാൾ മരിച്ചെന്ന വാർത്ത കേട്ടാൽ നിങ്ങൾക്ക് ടെൻഷൻ ആവും. അയ്യോ, നമ്മൾ എന്നാ പറയും? എപ്പോൾ സംഭവിച്ചു? നമ്മുടെ എല്ലാ ചിരിയും കളിയും എല്ലാം പോയി, നമ്മൾ അപ്പം തന്നെ നമ്മുടെ മൈൻഡേ മാറിപ്പോവും. പക്ഷെ യേശു മൈൻഡ് ചെയ്തില്ലെന്നതിൻ്റെ അർത്ഥം. ഞാനല്ലേക്ക് യേശു എന്നെ മൈൻഡ് ചെയ്യാത്തത്. യേശു പറയാ, യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. അപ്പൻ അവിടെ സ്റ്റക്കായി നിൽക്കുക. ആ കൊച്ചിനെ സ്നേഹിക്കുന്ന അപ്പനായതുകൊണ്ടല്ലേ യേശുവിൻ്റെ പുറകെ ആയിരക്കണക്കിന് ആൾക്കാർ നിൽക്കുമ്പോൾ കർത്താവിനെ വട്ടം പിടിച്ചിട്ട്, അപ്പൊ കർത്താവേ, എൻ്റെ കൊച്ചു മരിച്ചു പോകും, വേഗത്തിൽ വന്ന് എനിക്ക് വേണ്ടി ഒരു പള്ളിപ്രമാണിയാന്ന് ഓർത്തോണം, നിസാരക്കാരനല്ല. അവിടുത്തെ ബഹുമാനം അർഹിക്കുന്ന ഒരു മനുഷ്യനാണ്. നാണത്തോടെ ഉറക്കെ വിളിച്ചു പറയാം, യേശുവേ എൻ്റെ വീട്ടിൽ വാ. അപ്പൊ എത്രത്തോളം ആ മകളെ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്ന മകൾക്ക് ഒരു വിഷയം വന്നപ്പോൾ ചങ്ക് തകർന്നിരിക്കുന്ന മകനെ നോക്കിയിട്ട്, ആ പള്ളിപ്രമാണം നോക്കിയിട്ട് യേശു പറയുകയാണ്, യേശു ആ വാക്ക് കാര്യമാക്കിയില്ല, മൈൻഡ് ചെയ്തില്ല. എന്നാലോചിക്ക്, നമ്മളാണ്, ഞാൻ നിങ്ങൾ ഉൾപ്പെടെ നമ്മൾ പലപ്പോഴും എന്തെങ്കിലും വിഷയം വന്നാൽ നമുക്ക് ടെൻഷനാ. അയ്യോ, കർത്താവ് പറയും മൈൻഡ് ചെയ്യത്തില്ല. ഇത് നമ്മുടെ ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു വാക്കാണ്, മൈൻഡ് ചെയ്യരുത്. ഞാനും നിങ്ങളും ഒക്കെ പലപ്പോഴും മൈൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. ദൈവം ചെയ്യാനുള്ള ദൈവം ചെയ്യും. നമ്മൾ പലപ്പോഴും ഇങ്ങനെ, അയ്യോ എൻ്റെ ബ്രദറെ, അയ്യോ എൻ്റെ കർത്താവ് മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ. കർത്താവ് അങ്ങോട്ട് തിരിച്ചു പറയും, ഞാൻ എന്നാ പറഞ്ഞേക്കുന്നത്? യേശു പറയാം, യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണി പറയണം, ഭയപ്പെടേണ്ട, നീ ഒന്ന് വിശ്വസിച്ചാൽ മതി. അദ്ദേഹം ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമായിരിക്കും. യേശുവേ, എൻ്റെ ദാസൻ വന്ന് പറഞ്ഞേക്കരുത്, അവൾ മരിച്ചെന്ന, ഉറങ്ങി എന്നല്ല പറഞ്ഞത്. യേശു പറയും, എനിക്ക് മനസ്സിലായി, ഞാൻ ആ വാക്ക് മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ അർത്ഥം മരണത്തെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, കാര്യം എൻ്റെ അകത്തിരിക്കുന്നത് ജീവിപ്പിക്കുന്ന ആത്മാവാ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. നമ്മുടെ അകത്തിരിക്കുന്നത് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് പുറകോട്ട് യായിറോസിനോട് നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞ യേശുവിൻ്റെ അകത്തിരുന്ന അതേ പരിശുദ്ധാത്മാവ് ഒന്ന് ഓർത്തു നോക്കിക്കേ.
അയ്യോ, ആ പരിശുദ്ധാത്മാവ് തന്നെയാ ബൈബിൾ പറയുകയാണ് എൻ്റെ അകത്തിരിക്കും. നമ്മൾ ആദ്യം റോമാലേഖനം വായിച്ചില്ലേ, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, എന്നാ വാക്യം ശ്രദ്ധിച്ച് നോക്കിയേ, 8:10 നോക്കിയേ, ഉയർപ്പിച്ച അതേ ആത്മാവ്. അതായത് ഇന്നേക്ക് 2000 വർഷം പുറകോട്ട് യായിറോസിന്റെ മകളെ ഉയർപ്പിച്ച യേശുവിൻ്റെ അകത്തിരുന്ന അതേ ആത്മാവ് എൻ്റെ അകത്തിരിക്കുന്നു. ഇത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഇല്ലേ? അത് വിശ്വസിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന അങ്ങ് വെക്കണം. കർത്താവ്, എനിക്കൊന്ന് വിശ്വസിക്കാൻ വേണ്ടി ഒരു വേണമെന്ന് ഉപവസിച്ചു. അതൊന്ന് വിശ്വാസം, എനിക്കതൊന്ന് ഇതൊന്ന് എൻ്റെ ഉള്ളിലേക്കൊന്ന് കയറണം. കാര്യം ആരാ എൻ്റെ അകത്ത് ഇരിക്കുന്ന അറിയാവോ? ഉൽപ്പത്തി പുസ്തകത്തിൽ വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ്. അബ്രഹാം മുതൽ ഇങ്ങോട്ട്, ദാവീദ് മുതൽ ഇങ്ങോട്ട്, ഇസഹാക്ക്, അബ്രഹാം, യാക്കോബ്, ശിംഷോൻ, അങ്ങനെയുള്ള പല ആൾക്കാരെയും ശക്തീകരിച്ച ആത്മാവ്, സിംഹത്തിന്റെ വായ് അടപ്പിച്ച ആത്മാവ്, തീയുടെ ബലത്തേക്കെടുത്തിയ ആത്മാവ്, പഴയ നിയമത്തിൽ തീയായി ഇറങ്ങി വന്ന ആത്മാവ്, ഏലിയാവ് പോലുള്ള സകല പ്രവാചകന്മാരെ കൊണ്ട് പ്രവചിപ്പിച്ച ആത്മാവ്, ഉയർപ്പിന്റെ ആത്മാവ്, യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ്, അതേ ആത്മാവ് എൻ്റെ അകത്തിരിക്കുക. ബൈബിള് പറയുക. ഇത് ഞാൻ വിശ്വസിക്കണോ ഇല്ലയോ? പറ. ഇത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളത് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ കുറച്ചു നേരം പറഞ്ഞ് മ്യൂട്ട് മാറ്റണ്ട. നിങ്ങൾ എവിടെയാണ് ഇരുന്നുകൊണ്ട്, അവിടെ ഇരുന്നുകൊണ്ട് ഉറക്കെ പറ, ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ അകത്ത് പരിശുദ്ധ ആത്മാവുണ്ട്. എൻ്റെ അകത്ത് പരിശുദ്ധ ആത്മാവിൻ്റെ പ്രവൃത്തിയുണ്ട്. എൻ്റെ അകത്ത് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണമുണ്ട്. അതിന് വിരോധമായതിനെ ഞാൻ കാര്യമാക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. ഓ, യേശുവിന്റെ ആത്മാവുള്ളവൻ മൈൻഡ് ചെയ്യേണ്ടത് ആരെയാണെന്നറിയോ? പരിശുദ്ധ ആത്മാവിനെയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ രോഗത്താൽ ഭാരപ്പെടുന്നവർ സ്വന്തം ബോഡിയോട് കൈവച്ചിട്ട് പറ, യേശുവിനെ ഉയർപ്പിച്ച് ആത്മാവിരിക്കുന്നിടത്ത് ക്യാൻസറിനോ, ട്യൂമറിനോ, മാരക രോഗത്തിനോ, ഷുഗറിനോ, പ്രഷറിനോ, ഏത് രോഗമായിക്കോട്ടെ, അവനോട് നോക്കിയിട്ട് പറ, നിനക്ക് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറ. ഒന്നെങ്കിൽ നീ ഇരിക്കുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിരിക്കണം. ഞാൻ വിശ്വസിക്കുന്നത് നീ അല്ല, എൻ്റെ അകത്തിരിക്കുന്നത് പരിശുദ്ധ ആത്മാവാ. പരിശുദ്ധാത്മാവിരിക്കുന്നത്, ഞാൻ പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുന്നു. അപ്പൊ അങ്ങാണ് എൻ്റെ അകത്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് എൻ്റെ അകത്തിരിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം പറ, എൻ്റെ അകത്തിരിക്കുന്നത് പരിശുദ്ധ ആത്മാവാണ്. എൻ്റെ അകത്തിരിക്കുന്നത് പരിശുദ്ധ ആത്മാവാണെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നത്. പരിശുദ്ധാത്മാവ് അങ്ങ് സകലത്തെയും പിടിച്ചു കെട്ടുക. ഈ സമയത്ത് അങ്ങ് സകലത്തെയും പിടിച്ചു കെട്ടുക. എൻ്റെ കുറവുകളെ, ബലഹീനതകളെ, രോഗത്തെ, എൻ്റെ മുമ്പിലുള്ള എല്ലാ വിഷയത്തെയും പരിശുദ്ധ ആത്മാവ് പിടിച്ചു കെട്ടുക. ഞാൻ അനുവദിക്കുക. കർത്താവേ, എന്നെ തന്നെ ഞാൻ പൂർണ്ണമായും സമർപ്പിക്കുന്നു. അങ്ങനെ തന്നെ പറഞ്ഞ്, എന്നെ തന്നെ ഞാൻ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്നു. ഞാൻ പരിശുദ്ധാത്മാവിന് എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ മേൽ അങ്ങ് പ്രവർത്തിക്കണപ്പാ. ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നപ്പാ. അങ്ങ് എന്നിൽ പ്രവർത്തിക്കുന്നല്ലോ. അങ്ങ് എന്നെ നടത്തും. അങ്ങ് എന്നെ നടത്തും. പരിശുദ്ധാത്മാവേ, നന്ദി. പരിശുദ്ധാത്മാവേ, നന്ദി. പരിശുദ്ധാത്മാവേ, നന്ദി. പരിശുദ്ധാത്മാവേ, ഞാൻ ജീവിക്കും, ജീവനിൽ വാഴും. ഒരുമിച്ച് ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഏതെങ്കിലും പ്രാർത്ഥന വിഷയാൽ ഭാരപ്പെടുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവേ, എൻ്റെ വിഷയത്തിൻ്റെ മേലേക്ക് അങ്ങ് ഇറങ്ങി വരും. അങ്ങനെ തന്നെ പറ, പരിശുദ്ധാത്മാവേ, അങ്ങ് എൻ്റെ വിഷയത്തിൻ്റെ മേലെ ഇറങ്ങി വരും. ഇറങ്ങി വരണേ എന്ന് പറയരുത്, വരും. കാര്യം നമുക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്, നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് വരികയാണ്. കർത്താവിനെ നമ്മളൊന്ന് വിളിച്ച, പരിശുദ്ധാത്മാവെ, അങ്ങ് എന്നിലേക്ക് വരികയാണല്ലോ. എൻ്റെ വിഷയത്തെ അങ്ങ് തൊടുകയാണല്ലോ. എൻ്റെ ദുഃഖം സന്തോഷമാകുകയാണ്. എൻ്റെ പ്രശ്നങ്ങൾ അത്ഭുതമാകുകയാണ്. എൻ്റെ രോഗങ്ങൾ സൗഖ്യമാകിയിരിക്കുകയാണ്. എൻ്റെ പ്രശ്നങ്ങൾ അത്ഭുതമാകുകയാണ്. എനിക്ക് തന്നെ ഞെട്ടിപ്പോകും. ഞാൻ തന്നെ അതിശയിക്കാൻ പോവാണ്. ഞാൻ അങ്ങയെ സഹായിക്കുന്നില്ല, അങ്ങ് എന്നെ സഹായിക്കുന്നല്ലോ. അങ്ങ് എന്നെ ബലപ്പെടുത്തുന്നല്ലോ. അങ്ങ് എന്നെ സൗഖ്യമാക്കുന്നല്ലോ. അങ്ങ് എൻ്റെ കൂടെ ഉണ്ടല്ലോ. അങ്ങ് എന്നെ സഹായിക്കുന്നല്ലോ. യേശുവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവേ, ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതിസന്ധിയും മാറിപ്പോകുന്നു. ഭാരപ്പെടുന്നവർ ഞാൻ പറഞ്ഞു വിട്ടുകൊടുക്കുക. കർത്താവേ, ഞാൻ എന്തിനാ ടെൻഷൻ അനുഭവിക്കുന്നത്? ഞാൻ എന്തിനാ ഭാരപ്പെടുന്നത്? യേശു ഉണ്ടല്ലോ. ഞാൻ എല്ലാം കർത്താവിന് തരിക. എന്നിട്ട് പറയണം, അടുത്തത് എന്താ പറയുന്നറിയാവോ? ഞാൻ അത്ഭുതമായി തീരും. എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അത്ഭുതം നടക്കും. എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പിതാവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ. ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കുന്നല്ലോ. അനുഗ്രഹിച്ച് പ്രാർത്ഥന. എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് ഞങ്ങൾ പ്രസ് ചെയ്ത് അതിനെ കത്തിച്ചു കളയുന്നു. കർത്താവെ, അതിനെ മുഴുവൻ കത്തിച്ചു കളയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് ക്യാൻസൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്തു കഴിഞ്ഞു. ഈ കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം തന്നെയാണ്. വളരെ അനുഗ്രഹം. നിങ്ങൾ വീണ്ടും വീണ്ടും ഈ വചനം കേൾക്കണം കേട്ടോ. ഇന്നുകൊണ്ട് കേട്ട് പോകരുത്. യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. ഈ വചനം പിന്നെയും കേൾക്കണം. വീണ്ടും കേൾക്കണം. എന്തിനാ കേൾക്കുന്ന അറിയാവോ? നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഇത് നിറയണം.
നിറഞ്ഞാൽ എന്നാ ഗുണമെന്നറിയാവോ? നമുക്ക് മനസ്സിലാവും നമ്മൾ ഒറ്റയ്ക്കല്ലെന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്നും ഉറപ്പ് നമ്മുടെ ഉള്ളിൽ നിറയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയമല്ല, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ പ്രാർത്ഥനാ വിഷയം പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാത്തവരാണ്. നമ്മൾ അതിനെ മുഴുവൻ കർത്താവ് അത് ഏറ്റെടുത്തു, അതിൻ്റെ മേൽ പ്രവർത്തിച്ചു കഴിഞ്ഞു. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ, ചുരുക്കം വാക്കുകളിലുള്ളവർ ആർക്കെങ്കിലും പറയാം. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറയാൻ പോകണം. ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, ബ്രദറെ, ഞാൻ ഒരു ഷാദിയ പറഞ്ഞോ. ബ്രദറെ, ഞാൻ ഇന്നലെ പറഞ്ഞ മമ്മിയും പപ്പയും സുഖമില്ലാതെ തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അത് പ്രാർത്ഥിച്ചു, ദൈവം സൗഖ്യം പ്രദാനം ചെയ്തു. മമ്മിയും പപ്പയും നിന്ന് വാർഡിലോട്ട് മാറാൻ സാധിച്ചു. ആശ്വാസമുണ്ട്. എന്തായാലും 2 ദിവസത്തിനും ഡിസ്ചാർജ് ആവുമെന്ന് അറിഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച പാസ്റ്ററിനോടും കൂട്ടായ്മയോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ആമേൻ. പ്രിയ ബ്രദർ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലായിരുന്നു, നല്ല വലിയ സീരിയസ് ആയിട്ടൊരു അവസ്ഥയിലായിരുന്നു, വലിയ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. പക്ഷേ കൃപയാൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ ഉപയോഗിച്ചു. കർത്താവിൻ്റെ കൃപയാൽ ആ സാക്ഷ്യം കേൾക്കാൻ ഇടയായിരുന്നു. ദൈവം തൊട്ടു. വലിയ സീരിയസ് ആയിരുന്നു, പക്ഷേ വേഗത്തിൽ അത് വാർഡിലോട്ട് മാറ്റി അടുത്ത ദിവസം തന്നെ ഡിസ്ചാർജിലേക്ക് അത് ക്രമീകരിക്കപ്പെട്ടു. നന്ദി കർത്താവേ, അങ്ങ് പ്രിയ പിതാവിനെയും മാതാവിനെയും തൊട്ടല്ലോ. അങ്ങ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. ബ്രദർ ചെറിയ കാര്യം പറയാം. പറഞ്ഞു. ഹലോ, ജിജോണോ? ഞാൻ ഇപ്പൊ ബ്രദർ ഇന്നത്തെ വിഷയം ഉണ്ടല്ലോ, ഈ വിഷയം ഞാനൊരു പയ്യനെ കൂടി സംസാരിച്ചാണ് വന്ന്, അപ്പോഴാണ് ഈ ബ്രദർ ഈ വിഷയം എടുത്തത്. നമുക്ക് അത്ഭുതമായിട്ട് തോന്നി, പറയണം തോന്നി എനിക്ക്. ഇന്ന് എടുത്ത വിഷയം പരിശുദ്ധാത്മാ വഴി, യേശുവിന്റെ മറിയം വഴി, അത് ഞങ്ങൾ സംസാരിച്ചു വന്നില്ല. അതേ ബ്രദർ ഒന്ന് എടുത്തത്, ഒന്ന് പറയണം തോന്നി. അത്രേ ഉള്ളൂ. ആമേൻ. നന്ദി കർത്താവ്. ഇന്ന് പ്രിയവത പറഞ്ഞ പോലെ തന്നെ ഒരു ഇടപെടിയിലാണ്, ദൈവികമായ ഒരു ഇടപെടിയിലാണ് അവരിന്ന് കർത്താവിനെ പറ്റി, ആ ദൈവാത്മാവിനെ പറ്റി സംസാരിച്ചു. അതേ കാര്യം തന്നെ വചനത്തിലൂടെ കേൾക്കാൻ ഇടയായി തീർന്നല്ലോ. അത് വേറൊന്നുമല്ല, ഊട്ടി ഉറപ്പിക്കുന്നതാണ്. ദൈവം നമുക്ക് ഉറപ്പിച്ചു തരുന്നതാണ്. കർത്താവിന്റെ കൃപയാൽ ആ വചനത്തിലൂടെ ദൈവം ഉറപ്പിച്ചു തന്നതിന് നന്ദി. ആമേൻ. 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 സ്തോത്രം. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും എന്ന് കേൾപ്പിച്ച സാക്ഷ്യങ്ങൾക്ക് നന്ദി പറയുന്നു. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്ക് ഓർത്തോണം. കർത്താവിൻ്റെ വചനം കാണുമ്പോൾ അത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളതല്ല, കർത്താവ് ഇത് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളതല്ല. നിങ്ങളെ ആ വചനം കാണിച്ചത് നിങ്ങളുടെ കണ്ണല്ല, പരിശുദ്ധ ആത്മാവാണ്. എന്തിനാ അത് കാണിക്കുന്നറിയാവോ? നിങ്ങളെ കാണിച്ചത് അനുഭവിക്കാൻ. എപ്പോഴും ഓർത്തോണം, ഏതെങ്കിലും ഒരു വചനം കണ്ടാൽ പ്രാർത്ഥിച്ചിട്ട് സംഭവിക്കുന്നില്ല എന്നുള്ളതല്ല. ഈ വചനം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വചനം എൻ്റെ മുമ്പിൽ കാണിച്ച് അനുഭവിച്ചു തരുവാൻ എൻ്റെ കർത്താവായ പരിശുദ്ധാത്മാവ് ജീവനോടെയുണ്ട്. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക, കർത്താവ് അത് ചെയ്യും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവം അത് ചെയ്യും എന്ന് പറ. ദൈവം അത് ദൈവം അത് ചെയ്യും. ദൈവം അത് ചെയ്യും. നിങ്ങളുടെ മിടുക്ക് ദൈവത്തിന് ആവശ്യമില്ല. എപ്പോഴും ഓർത്തണം, കർത്താവെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. എപ്പോഴും പറഞ്ഞോണം, ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. ദൈവത്തിന് വലിയ പാടൊന്നുമില്ല കേട്ടോ. നമ്മൾ ചിന്തിക്കരുത്, ദൈവത്തിന് വലിയ ഒരു പാടുമില്ല. ദൈവത്തിന് ഒരു പാടുമില്ല. ദൈവത്തിന് ഒരു പാടുമില്ല. ദൈവത്തിന് ഒരു വിരല് പോലും അനക്കുന്ന പോലും പാടില്ല നിങ്ങളുടെ വിഷയങ്ങളെ തൊടാൻ. അതുകൊണ്ട് ദൈവത്തിന് വലിയ പാടാതെ ചിന്തിക്കുക. ദൈവത്തിന് ഈസിയാ കാര്യങ്ങൾ, നിങ്ങളുടെ വിഷയങ്ങൾ. അത് ദൈവം ചെയ്യും, ദൈവം ചെയ്യും. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവെ എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഖ്യാപനങ്ങളെ നമുക്ക് ഏറ്റുപറയാം. അത് ലഭിച്ചതിന് നന്ദി. വചനം ചേർത്ത് എല്ലാ ദിവസത്തെ പോലെ അത് പറയുക. കർത്താവിൻ്റെ കൃപയാൽ നിങ്ങളുടെ കൺമുമ്പിൽ അത് വരും, നിശ്ചയമായി വരും. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്യണം. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് പറയണം. എല്ലാവരും ഈ നിമിഷം